ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ആയിക്കാരം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത്. നമ്മൾക്ക് ഇന്ന് ഇവന് ഇഞ്ചക്ഷൻ ചെയ്യാണ്ട്, അപ്പോൾ നമുക്ക് അതിന് പോകണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചിരുന്നോ? രാവിലെ എണീച്ചുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടണം. അപ്പോൾ ഞാൻ ഇന്നും വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നെയ്പ്പത്തലും ചിക്കൻ കറിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നെയ്പ്പത്തൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ റിയോ എന്ത് ചെയ്യും, കിച്ചണിൽ കയറാനുള്ള പരിപാടി ഉണ്ടാവും. ഞാൻ അധികം കിച്ചണിൽ റിയോനെ കയറ്റാറില്ല, പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ വാതിൽ തുറന്ന ആൾ അകത്ത് കയറും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റിയോന് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടായതുകൊണ്ട് നമ്മൾ വേഗം കാറിൽ കയറിയപ്പോഴും റിയോക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അടങ്ങി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളൊരു പെറ്റ് ഷോപ്പിലാട്ടോ പോയത്. നമുക്കൊരു പുതിയ പൂച്ചക്കുട്ടിനും കൂടി വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിയൊരു പെറ്റ് ഷോപ്പിനായിട്ടുള്ളൊരു ഏരിയയാണ്. കുറേ ഷോപ്പുകളുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള എല്ലാ പെറ്റ്സും അവിടെ അവൈലബിൾ ആട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ പൂച്ചക്കുട്ടികളൊക്കെ നോക്കി. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ. ഇവിടെ ഒരു പെറ്റ് ഷോപ്പ് മാത്രമല്ല കേട്ടോ, കുറേ അധികം ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള പക്ഷികളും മയിൽ, ആമ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് മൊത്തം പെറ്റ് ഷോപ്പാണ്. ഇത് ബേഡ്സിനായിട്ടുള്ളതാണ്. പിന്നെ കുറേ പേർഷ്യൻ ക്യാറ്റ്, അതേപോലെ പട്ടിക്കുട്ടികൾ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എല്ലാ ഷോപ്പിൽ നിന്ന് കയറി ഇറങ്ങി എവിടുന്നാണ് വാങ്ങേണ്ടതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കണ്ട കുറച്ച് ബേഡ്സിനെയൊക്കെ ഞാൻ കാണിച്ചു തരാം. മിക്ക ഷോപ്പിലും മയിലുകളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഈ കോഴികളൊക്കെ പിടിച്ചിടുന്ന പോലെ ഇവിടെ മയിലിനെ കൂട്ടിലിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് മയിലിനൊക്കെ നോക്കി നിന്ന്. പിന്നെ കുറേ തത്തകളും ലവ് ബേഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്യൂട്ട് പട്ടിക്കുട്ടികളെ കണ്ടു. പിന്നെ നമ്മൾ നമ്മൾ ഫസ്റ്റ് കണ്ട് ആ ഒരു വൈറ്റ് പൂച്ചക്കുട്ടിനെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് റിയോൻ്റെ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി റിയോൻ്റെ നെയിൽ കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഏത് പൂച്ചക്കുട്ടിനെ എടുത്തുകൊണ്ടായാലും റിയോൻ്റെ എക്സ്പ്രഷൻ ഇതായിരുന്നു. ആൾക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ പൂച്ചക്കുട്ടിനെ നമ്മളല്ല, ബ്രദറാണ് എടുത്തിട്ടുള്ളത്. റിയോനെയും ബ്രദറായിരുന്നു എടുത്തത്. പിന്നെ നൈസായിട്ട് ഞാൻ റിയോനെ എൻ്റെതാക്കി. അങ്ങനെ നമ്മൾ ഏതായാലും ഈ ഒരു പൂച്ചക്കുട്ടിനെ കൺഫേം ആക്കിയിട്ടുണ്ട്. നല്ല ക്യൂട്ട്, എന്താ പറയുക, ബ്ലൂ ഐ ഒക്കെ വരുന്ന ഒരു പൂച്ചക്കുട്ടിയാണ്. അപ്പം നമുക്ക് ഇനി പുതിയ പൂച്ചക്കുട്ടിക്കുള്ള കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അവിടെ നെയിൽ കട്ടറും അതേപോലെ ചെറിയ അങ്ങനെ അല്ലറ ചില്ലറ ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം നമ്മളങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുക. ഇഞ്ചക്ഷനൊക്കെ അടിച്ചു, അതേപോലെ പുതിയൊരു പൂച്ചക്കുട്ടിനെ വാങ്ങുകയും ചെയ്തു. പിന്നെ നമ്മൾ നേരെ റൂമിലാട്ടോ വന്നത്. ആൾക്ക് ഇഞ്ചക്ഷൻ അടിച്ചിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. ആൾ നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ നമ്മൾ റൂമിൽ കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്ത് ടി വി ഒക്കെ കണ്ടിരുന്നു. പിന്നെ പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ആയ സമയത്ത് നമ്മൾ പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ചു നേരെ പർച്ചേസിങ്ങിന് ഇറങ്ങി. സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഫുഡും പാഴ്സലാട്ടോ വാങ്ങിയതെന്ന്. അങ്ങനെ നമ്മൾ റൂമിൽ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വരുന്നത്. ഇന്ന് സൺഡേ കൂടി ആയിരുന്നു. പിന്നെ ഇത് ഞാൻ കുറേ മുമ്പെടുത്ത് വെച്ച വീഡിയോ ആണ്. ഇന്നാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.